ഇന്ന് വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ലിനൻ ഫാബ്രിക്കിലുള്ള കളക്ഷൻസാണ് വരുന്നത്. ഡിഫറെന്റ് പാറ്റേണിലാണ് സാരീസ് വരുന്നത്. എല്ലാ സാരീസിനും ഫാബ്രിക് വരുന്നത് ലിനൻ തന്നെയായിരിക്കും. ഞാൻ ജിബിൻ ഷഫീഖ്, വെൽക്കം ടു ക്ലൗഡ് ഡിസൈൻസ്. എല്ലാ സാരീസും വെബ്സൈറ്റ് ത്രൂ ഓർ വാട്സ്ആപ്പ് വഴി പർച്ചേസ് ചെയ്യാം. clouddesigns.com ആണ് വെബ്സൈറ്റ് ലിങ്ക് വരുന്നത്. വീഡിയോ കണ്ടു നോക്കിയാലോ. നല്ലൊരു ഡിഫറെന്റ് ലുക്കിൽ നമുക്ക് ഡ്രീപ്പ് ചെയ്യാവുന്ന പാർട്ടി വെയർ സാരി ആട്ടോ ഫസ്റ്റ് സാരി വരുന്നത്. സെമി ലിനൻ, സോഫ്റ്റ് സെമി ലിനൻ ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. നല്ലൊരു കളർ പാലറ്റിലാണ് സാരി വരുന്നത്. ഒരു ഐവറിയാണ് സാരിയുടെ ബേസ് വരുന്നത്. ഐവറി വിത്ത് മെറൂൺ ആയിരിക്കും കോമ്പിനേഷൻ വരുന്നത്. ഇതിൽ നല്ലൊരു ഡിജിറ്റൽ പ്രിന്റാണ് വരുന്നത്. ഫ്ലോറൽ പാറ്റേണിലുള്ള ഡിജിറ്റൽ പ്രിന്റ് വന്നിട്ട് അതിൽ ഫോയിൽ പ്രിന്റ് ആണ് ആ ഒരു ഡിസൈൻ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം കേട്ടോ. സാരി ഈ ഒരു പാറ്റേണിലായിരിക്കും സാരിയിൽ ആ ഒരു ഡിസൈൻസ് വരുന്നത്. ഡിജിറ്റൽ പ്രിന്റ് വരുന്നത് ഈ ഒരു സ്റ്റൈലിലായിരിക്കും. ഇതിൽ ഒരു ഫോയിൽ പ്രിന്റ് വെച്ചിട്ടായിരിക്കും ഓരോ ഡിസൈനും ഹൈലൈറ്റ് ചെയ്യുന്നത്. ഈ ഒരു പാറ്റേണിലായിരിക്കും വരിക. ബോർഡർ വരുന്നത് സിമ്പിൾ ബോർഡർ ആണ്. ആ ഒരു ക്രോഷ്യോ ലേസ് വന്നിട്ട് ഒരു മെറൂണിലായിരിക്കും സാരിയുടെ ബോർഡർ വരുന്നത്. ഈ ഒരു സ്റ്റൈലിലാണ്. മുന്താണിയും ബോഡിയും എല്ലാം സെയിം പാറ്റേൺ തന്നെ കേട്ടോ. ഫുൾ സാരിയും അതേ ആ ഒരു ഫോയിൽ പ്രിന്റ് തന്നെയായിരിക്കും സാരി വരുന്നത്. ഈ ഒരു സ്റ്റൈലാണ് സാരിയുടെ പല്ലു വരുന്നത്. കോൺട്രാസ്റ്റ് ആയിട്ടാണ് റണ്ണിങ് ബ്ലൗസ് വരുന്നത് സാരിക്ക്. നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ പ്രിന്റഡ് വന്നിട്ട് അതേ ക്രോഷ്യോ ലേസിലായിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത്, മെറൂൺ ടോണിൽ തന്നെ. നെക്സ്റ്റ് സാരി വരുന്നത് ലിനൻ തന്നെ കേട്ടോ. എല്ലാ സാരീസിനും ഫാബ്രിക് വരുന്നത് ഡിഫറെന്റ് പാറ്റേണിലായിരിക്കും സാരി വരുന്നത്. ഇത് വരുന്ന നല്ലൊരു ഗ്രീൻ ആണ്, ഒരു പേസ്റ്റൽ ഗ്രീൻ ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. ഒരു ആപ്പിൾ ഗ്രീൻ്റെയും ഒലിവ് ഗ്രീൻ്റെയും എല്ലാം ഒരു ലൈറ്റർ വേർഷനിലാണ് സാരി വരുന്നത്. നല്ല പാറ്റേണിൽ ഫ്ലോറൽ ഡിസൈൻസ് തന്നെയാണ് ഫുൾ സാരിയിലും. ആ ഒരു ലോവർ ഏരിയ വരുമ്പോൾ കംപ്ലീറ്റ് ഒരു ഫ്ലോറൽ ഡിസൈൻസ് വന്നിട്ട് റിബൺ ബോർഡർ വരുന്നുണ്ട് സാരിക്ക്. ഒരു റെഡ് കോൺട്രാസ്റ്റിലുള്ള റിബൺ ബോർഡർ വന്നിട്ട് നല്ല പാറ്റേണിലോട്ട് ചെയിൻ സ്റ്റിച്ച് പാറ്റേണിലാണ് ഇതിൽ ഒരു ത്രെഡ് എംബ്രോയിഡറി വരുന്നത് സാരി. ഈ ഒരു സ്റ്റൈലായിരിക്കും ആ ഒരു ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. ഒരു മൾട്ടി കളർ പാറ്റേണിലായിരിക്കും ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. അതിന് ഓരോ ഡിസൈനും ഹൈലൈറ്റ് ചെയ്യുന്നത് കൊണ്ട് ചെയിൻ സ്റ്റിച്ച് വെച്ചിട്ടുള്ള ഒരു ഗോൾഡൻ ത്രെഡ് വെച്ചിട്ടാണ് ചെയിൻ സ്റ്റിച്ച് പാറ്റേൺസ് വരുന്നത് ബോഡിയിൽ. കൂടാതെ ബോഡി വരുമ്പോൾ കണ്ടോ ഡിസ്ചാർജ് പ്രിന്റ് വരുന്നുണ്ട്. ഡിസ്ചാർജ് ഡിസൈൻസ് വന്നിട്ടായിരിക്കും ഈ ഒരു ചെയിൻ സ്റ്റിച്ച് പാറ്റേൺ വരുന്നത്. അതേ ഡിസൈനിൽ തന്നെ അതേ പാറ്റേണിൽ തന്നെ ആയിരിക്കും ബോർഡറും ഫിനിഷ് ചെയ്യുന്നത്. ഒരു 6 പാറ്റേണിലാണ് ചെയിൻ സ്റ്റിച്ച് ബോർഡർ വരുന്നത് സാരിക്ക്. നല്ല സോഫ്റ്റ് ലിനൻ ആണ് സാരിയുടെ ഫാബ്രിക്. നമുക്ക് ഉടുക്കാനും നല്ലൊരു ക്ലാസി ലുക്കിൽ നമുക്ക് ഡ്രേപ്പ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ്. പല്ലു സെയിം പാറ്റേണിൽ തന്നെ ഫുൾ ആ ഒരു ചെയിൻ സ്റ്റിച്ചിൽ തന്നെയായിരിക്കും സാരിയുടെ മുന്താണിയും ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ടാസൽസ് അറ്റാച്ച്ഡ് ആണ്. ഇതിന്റെ ബ്ലൗസ് വരുന്നത് ഫുൾ വർക്കിലാണ്. 2 സ്ലീവും സെയിം അതേ പാറ്റേണിൽ തന്നെയായിരിക്കും. ആ ഒരു ബാക്ക് പോർഷനും ഫുൾ വർക്കിൽ തന്നെയായിരിക്കും ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് കളർ പാലറ്റ് വരുന്നത് ഒരു അക്വ ഗ്രീൻ ആൻഡ് അക്വ ബ്ലൂ ആ ഒരു ബ്ലെൻഡഡ് കോമ്പിനേഷനിലാണ് സാരി വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ്. ഇതിലും ആ ഒരു ത്രെഡ് എംബ്രോയിഡറിയും ചെയിൻ സ്റ്റിച്ച് പാറ്റേണിൽ തന്നെ ആയിരിക്കും വരിക. ഈ ഒരു സ്റ്റൈലായിരിക്കും. മുകൾ ഭാഗത്ത് ആ റിബൺ ബോർഡർ വന്നിട്ട് ആ ചെയിൻ സ്റ്റിച്ച് പാറ്റേണിലാണ് ബോർഡർ ഫിനിഷ് ചെയ്യുന്നത്. അത് കഴിഞ്ഞുള്ള പോർഷൻ വരുന്നത് പ്ലെയിൻ വന്നിട്ട് ലോവർ ഏരിയ കംപ്ലീറ്റ് ഫ്ലോറൽ ഡിസൈനിൽ തന്നെയായിരിക്കും. ഈ ഒരു സ്റ്റൈലാണ് വരുന്നത്. ഇതിനും ആ ഒരു ഡിസൈനും പാറ്റേണും എല്ലാം മാറിയിട്ടുണ്ട് കേട്ടോ. ഇതിൽ വരുമ്പം ഈ ഒരു സ്റ്റൈലായിരിക്കും ഫ്ലോറൽ ഡിസൈൻസ്. അതിലും ആ ഒരു ഗോൾഡൻ ത്രെഡ് വെച്ചിട്ട് തന്നെയാണ് ചെയിൻ സ്റ്റിച്ച് എംബ്രോയിഡറി വർക്ക് വരുന്നത്. ബോർഡർ ഈ ഒരു പാറ്റേണിലാണ് ബോർഡർ ഫിനിഷ് ചെയ്യുന്നത്. മുന്താണിയും സെയിം പാറ്റേൺ തന്നെയാണ് കേട്ടോ. ഫ്ലോറൽ ഡിസൈനിൽ തന്നെയാണ് സാരിയുടെ പല്ലു. ഫുൾ ആ ഒരു ത്രെഡ് എംബ്രോയിഡറിയിൽ തന്നെയാണ് വരുന്നത്. ഫുൾ വർക്കിൽ ബാക്ക് പോർഷനും സ്ലീവും ഫുൾ വർക്കിൽ തന്നെയാണ് ഈ സാരിയുടെയും ബ്ലൗസ് വരുന്നത്. ഈ ഒരു പാറ്റേണിലായിരിക്കും. നെക്സ്റ്റ് സാരി ലിനൻ തന്നെയാണ് സാരിയുടെ ഫാബ്രിക് വരുന്നത് കേട്ടോ. കളർ വരുന്നത് നല്ലൊരു ലൈറ്റ് ബ്രൗൺ ആണ് സാരിയുടെ ടോൺ വരുന്നത്. ഒരു കോപ്പറിഷ് ബ്രൗൺ ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. ഫുൾ ത്രെഡ് വർക്ക് തന്നെയാണ് വരുന്നത്. ഇതിലൊരു കാന്ത സ്റ്റിച്ചിന്റെ പാറ്റേണിലായിരിക്കും ത്രെഡ് എംബ്രോയിഡറി വരുന്നത്. കൂടാതെ നമ്മൾ ഡ്രേപ്പ് ചെയ്യുമ്പോൾ പ്ലീറ്റ്സിന്റെ പോർഷൻ വരുമ്പോഴും കണ്ടോ ഫുൾ ഹാഫ് പോർഷൻ കംപ്ലീറ്റ് ആ ഒരു വർക്കിൽ തന്നെയായിരിക്കും ഹാഫ് പോർഷൻ വരിക. ബോഡിയിൽ ഈ ഒരു സ്റ്റൈലാട്ടോ. ഫ്ലോറൽ ഡിസൈൻസ് തന്നെയാണ് വരുന്നത്. നല്ലൊരു പാറ്റേണിലാണ്. ഒരു കണ്ടാൽ നമുക്കൊരു ആപ്ലിക് വർക്ക് പോലെ തോന്നും. അതേ പാറ്റേണിലായിരിക്കും ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത്. കാന്ത സ്റ്റിച്ചിൽ ഫുൾ സാരിയിലും വരുന്നുണ്ട് വർക്ക്. ഈ ഒരു സ്റ്റൈലാണ് വരുന്നത്. ഇതിനും അതേ പാറ്റേൺ തന്നെയാണ്. ബോർഡർ വരുമ്പോൾ ഒരു റിബൺ ബോർഡർ പാറ്റേണിൽ തന്നെ ആയിരിക്കും വരിക. പല്ലുവും ബോഡിയും എല്ലാം കംപ്ലീറ്റ് അതേ സെയിം വർക്ക് തന്നെ വരുന്നുണ്ട്. ഇതായിരിക്കും സ്റ്റൈൽ വരിക. ബ്ലൗസും ഫുൾ വർക്കിൽ തന്നെയാണ്. 2 സ്ലീവും ബാക്ക് പോർഷനും കംപ്ലീറ്റ് ഈ ഒരു വർക്കിലായിരിക്കും ബ്ലൗസും വരുന്നത്. അടുത്ത കളർ വരുന്നത് നല്ലൊരു പിങ്ക് ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത് കേട്ടോ. ഒരു ബേബി പിങ്കിന്റെ തന്നെ ഒരു ലൈറ്റ് വേർഷനാണ് സാരി വരുന്നത്. സെയിം വർക്ക് തന്നെ. ഇതിന് മുൻപ് കാണിച്ച ബ്രൗൺ സാരിയുടെ തന്നെ കളർ ചേഞ്ച് ആണ് വരുന്നത്. ഫുൾ അതേ ആ ഒരു പാറ്റേണിൽ തന്നെയുള്ള കാന്ത വർക്ക് ആയിരിക്കും. ഫുൾ ആ ഒരു ത്രെഡ് വർക്ക് വന്നിട്ട് ഒരു സ്മോൾ സ്വീക്കൻസ് വർക്ക് സ്കാറ്റേഡ് ആയിട്ട് വരുന്നുണ്ട് സാരിയിൽ. മുന്താണി ബോഡി കംപ്ലീറ്റ് ഈ ഒരു ഇതേ സ്റ്റൈലിൽ തന്നെ വരുന്നത്. റണ്ണിങ് ബ്ലൗസ് വരുന്നുണ്ട്. ബ്ലൗസും ഫുൾ അതേ പാറ്റേൺ തന്നെ. 2 സ്ലീവും സാരി ബ്ലൗസിന്റെ ആ ഒരു ബാക്ക് പോർഷനും ഫുൾ വർക്കിൽ തന്നെ ആയിരിക്കും വരും.
സെയിം പാറ്റേണിൽ തന്നെ കേട്ടോ, സോഫ്റ്റ് ലിനൻ തന്നെ സാരിയുടെ ഫാബ്രിക് വരുന്നത്. ഇതിന്റെ കളർ വരുന്നത് അക്വാ ബ്ലൂ ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. അക്വാ ബ്ലൂയിലും അതേ പാറ്റേണിൽ തന്നെ ഫ്ലോറൽ എംബ്രോയിഡറി വർക്കും കാന്ത സ്റ്റിച്ചിലായിരിക്കും ഓരോ ഡിസൈനും ഹൈലൈറ്റ് ചെയ്യുന്നത്. എല്ലാ സാരീസിനും ബോർഡർ വരുമ്പം റിബൺ ബോർഡർ ആയിരിക്കും, ഒരു മെറൂണിഷ് റെഡിലായിരിക്കും ആ ഒരു റിബൺ ബോർഡർ വരുന്നത്. നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് മെറൂൺ ബ്ലൗസ് നമുക്ക് ഈ സാരിയുടെ എല്ലാ തന്നെയും കൊണ്ട് പെയർ ചെയ്യാൻ പറ്റും. റണ്ണിങ് ബ്ലൗസ് എല്ലാ സാരിക്കും വരുന്നുണ്ട് കേട്ടോ. ഫുൾ ആ ഒരു വർക്ക് തന്നെ ആയിരിക്കും സാരിയുടെ മുന്താണി. ത്രെഡ് എംബ്രോയിഡറിയിൽ തന്നെ ആയിരിക്കും സാരിയുടെ ബ്ലൗസും വരുന്നത്. നെക്സ്റ്റ് സാരി വീണ്ടും കളർ പാലറ്റ് സെയിം തന്നെയാണ് വരുന്നത് കേട്ടോ. അക്വാ ബ്ലൂ തന്നെയാണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. ഇതിൽ വരുമ്പം ആ ഒരു എംബ്രോയിഡറി വർക്കിന്റെ പാറ്റേൺ മാറിയിട്ടുണ്ട്. ഇതിൽ വരുമ്പോൾ നല്ലൊരു ബേർഡ് മോട്ടീവ്സും ഫ്ലോറൽ എംബ്രോയിഡറി വർക്കും ആയിരിക്കും സാരിയിൽ വരുന്നത്. ഈ ഒരു സ്റ്റൈലാണ്. ഇതിലും ആ ഒരു സ്മോൾ സ്വീക്കൻസ് വർക്ക് വരുന്നുണ്ട്. കാന്ത സ്റ്റിച്ചിന്റെ പാറ്റേൺ തന്നെ ആയിരിക്കും എല്ലാ ഡിസൈൻസും ഹൈലൈറ്റ് ചെയ്യുന്നത്. ഒരു ബേർഡ് ആൻഡ് ഫ്ലോറൽ ഡിസൈൻ, ഒരു ജാൽ പാറ്റേണിലായിരിക്കും ബോഡി കംപ്ലീറ്റ് ആ ഒരു കാന്ത വർക്ക് വരുന്നത് സാരിയിൽ. റിബൺ ബോർഡർ വരുന്നത് മെറൂൺ ടോണിലാണ്, മെറൂണിലായിരിക്കും ഫുൾ ബോഡിയിലും ആ ഒരു ബോർഡറിന്റെ ഡീറ്റെയിലിംഗ് വരുന്നത്. പല്ലു ഫുൾ വർക്കിൽ തന്നെയാണ്. റണ്ണിങ് ബ്ലൗസ്. ഇത് 2 സ്ലീവ് ആട്ടോ. ബാക്ക് പോർഷനും എല്ലാ സാരീസും അങ്ങനെ തന്നെയാണ് വരുന്നത്. ഫുൾ വർക്കിൽ തന്നെയാണ്. നമുക്ക് ഫ്രണ്ട് ഓർ ബാക്ക് നമുക്ക് ചോയ്സ് അനുസരിച്ച് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഈ ഒരു പാറ്റേണാണ് വരുന്നത്. നെക്സ്റ്റ് സാരി എല്ലാ സാരീസിന്റെയും കളർ പാലറ്റ് വരുന്നത് നല്ല സോഫ്റ്റ് കളേഴ്സിലാണ് വരുന്നത് കേട്ടോ. ഇത് വരുന്നത് ഒരു ഗ്രേ ടിൻറ്റഡ് ഒലിവ് ഗ്രീൻ ആണ് സാരിയുടെ ടോൺ വരുന്നത്. ഇതിൽ ത്രെഡ് വരുമ്പോൾ മസ്റ്റേർഡ് യെല്ലോ ത്രെഡ് കൂടി വന്നിട്ടുണ്ട്. ഇത് 3 ഒരു ബ്ലെൻഡഡ് കളറിലാണ് സാരി വരുന്നത്. ഫുൾ അതേ പാറ്റേൺ തന്നെ, ഫ്ലോറൽ വർക്കാണ്. ഫ്ലോറൽ ത്രെഡ് എംബ്രോയിഡറിയും കാന്ത വർക്കും ആയിരിക്കും ഫുൾ സാരിയും വരുന്നത്. ഈ ഒരു പാറ്റേൺ തന്നെ എല്ലാ സാരീസിനും സ്കാറ്റേഡ് ആയിട്ട് വളരെ മാറ്റ് ഫിനിഷിലായിരിക്കും. ആ ഒരു സ്വീക്കൻസ് വർക്ക് വരുന്നുണ്ട് ഇടയ്ക്ക്, പക്ഷേ ഫ്ലാഷി അല്ല, വളരെ മാറ്റ് ഫീലിലാണ് വരുന്നത്. ഫുൾ സാരിയും സെയിം സ്റ്റൈലിൽ തന്നെ. ഇതിനും റിബൺ ബോർഡർ വരുമ്പം ഒരു മെറൂണിഷ് റെഡിലാണ് റിബൺ ബോർഡർ വരുന്നത്. പല്ലു സെയിം സ്റ്റൈൽ, ഫുൾ വർക്കിൽ തന്നെ. ഫുൾ വർക്കിൽ തന്നെ ആയിരിക്കും സാരിയുടെ ബ്ലൗസ് മെറ്റീരിയലും വരുന്നത്. ഈ ഒരു സ്റ്റൈലായിരിക്കും. സോഫ്റ്റ് ലിനൻ ഫാബ്രിക്കിൽ വന്ന നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആയിരുന്നു ഇന്നത്തെ വീഡിയോയിൽ വന്നത്. എല്ലാം നമുക്കൊരു എലഗന്റ് പാർട്ടി വെയർ സാരീസ് ആയിരുന്നു. വളരെ കംഫർട്ടബിൾ ആയിട്ട്, ലിനൻ ആയതുകൊണ്ട് തന്നെ വളരെ കംഫർട്ടബിൾ ആയിട്ടും സെയിം ടൈം നല്ലൊരു സ്റ്റൈലിഷ് ലുക്കിലും നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന കളക്ഷൻസ് ആണ്. കോൺട്രാസ്റ്റ് ആയിട്ട് നമുക്ക് എല്ലാ സാരീസിനും റിബൺ ബോർഡർ വരുന്നതുകൊണ്ട് തന്നെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസ് നമുക്ക് വേണമെങ്കിൽ അങ്ങനെയും ഡ്രേപ്പ് ചെയ്യാം. അതല്ല എല്ലാ സാരീസിനും കൂടി ഫുൾ വർക്കിലുള്ള ബ്ലൗസ് മെറ്റീരിയലും അവൈലബിൾ ആണ്. ലാസ്റ്റ് സാരി ആട്ടോ. ഇത് വരുന്നത് നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ആണ് സാരിയുടെ ടോൺ വരുന്നത്. സെയിം സ്റ്റൈലിൽ തന്നെ അതേ ഫ്ലോറൽ പാറ്റേൺ വന്നിട്ട് കാന്ത വർക്ക് ആയിരിക്കും ത്രൂ ഔട്ട് ദ ബോഡി വരുന്നത്. ഓരോ സാരിയിലും ആ ഒരു ഡിസൈൻസ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്മോൾ സ്വീക്കൻസ് വർക്ക് കൂടി വരുന്നുണ്ട്. നല്ലൊരു സോഫ്റ്റ് പേസ്റ്റൽ ഗ്രീൻ ആണ് കളർ വരുന്നത്. ഗ്രീൻ വിത്ത് റിബൺ ബോർഡർ വരുന്നത് മെറൂണിഷ് റെഡ് തന്നെയായിരിക്കും. ഫുൾ വർക്കിൽ തന്നെ അതേ സ്റ്റൈലിൽ തന്നെ ഫ്ലോറൽ പാറ്റേൺ തന്നെയായിരിക്കും വരുന്നത്. ഫുൾ വർക്ക് ഫ്രണ്ട് ഓർ ബാക്ക് ഓർ സ്ലീവ് ഫുൾ വർക്കിലായിരിക്കും ബ്ലൗസ് മെറ്റീരിയലും വരുന്നത്.